കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മുറിയിൽ നടന്ന യോഗത്തിൽ എന്തായിരിക്കണം പ്രതിപക്ഷത്തിന്റെ നിലപാട് ഈ പ്രത്യേക ചർച്ചയോട് എന്നൊരു ചോദ്യം ഉയർന്നപ്പോൾ ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞു, ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നത് മതനിരപേക്ഷ ഭരണഘടനയാണ്. മതനിരപേക്ഷ ഭരണഘടനയുടെ കീഴിൽ ഇന്ത്യൻ പാർലമെന്റിൽ വിശ്വാസവുമായി മുൻനിർത്തിയുള്ള ഒരു ചർച്ച നടത്തുന്നത് അപകടകരമാണ്. അത് ആശാസ്യമല്ല. അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പാർട്ടി ആ ചർച്ചയിൽ ഭാഗവാക്കാകുന്നതല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അതിനുശേഷം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറഞ്ഞു. DMKയും ഞങ്ങളുടെ അഭിപ്രായത്തോട് യോജിച്ചു, സമാജ്വാദി പാർട്ടി യോജിച്ചു. അങ്ങനെ പ്രധാനപ്പെട്ട പല പാർട്ടികളും യോജിച്ചപ്പോൾ ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതികൾ പറഞ്ഞു, ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കും. അതിന് കാരണമായി പറഞ്ഞത് ഈ അയോധ്യയിലേക്ക് നയിച്ച മുഹൂർത്തങ്ങളിൽ പലതും പ്രദാനം ചെയ്തിട്ടുള്ളത് ഞങ്ങളാണ്. അതുകൊണ്ട് ആ ചർച്ചയിൽ ഭാഗവാക്കാകുന്നതാണ് എന്നവർ പ്രഖ്യാപിച്ചു. അന്ന് നടന്ന ഇതുമായി ബന്ധപ്പെട്ടാത്ത വിഷയങ്ങളിൽ നടന്ന ചർച്ചയിൽ ഞാനൊരു കാര്യം പറഞ്ഞു. രാമനെന്ന് പറയുന്നത് നിങ്ങളുടെ രാമനല്ല, BJP-ക്കാരൻ നോക്കി. ആ രാമൻ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും അനുകമ്പയുടെയും രാമനാണ്. അത് മഹാത്മാഗാന്ധിയുടെ രാമനാണ്. നിങ്ങൾക്കൊരു രാമനുണ്ട്. ആ രാമൻ എന്ന് പറയുന്നത് നാദൂരാമനാണ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചു. ഞാൻ ആ പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഈ ഒരു വേദി അതിന് അനുയോജ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ പ്രസംഗത്തിന് ശേഷം ഞാൻ എൻ്റെ സീറ്റിൽ ഇരുന്നപ്പോൾ എന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചു അവരുടെ അടുത്തേക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രിട്ടാസെ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രത്തോളം ശക്തമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ കണ്ണടയ്ക്കണം. അതിശക്തരായിട്ടുള്ള നേതാക്കളാണ് അപ്പുറത്തിരിക്കുന്നത്. അവരെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കരുത്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ BJP-ക്കെതിരെ നടത്തിയ ആ പ്രസംഗം പോലും ശരിയായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ BJP പ്രദാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തെ ശക്തിയോടെ എതിർക്കുന്ന ഒരു ഇടതുപക്ഷത്തിന് മേൽ സംശയത്തിന്റെ വിരൽ ചൂണ്ടുമ്പോൾ യാഥാർത്ഥ്യവും സൃഷ്ടിക്കപ്പെടുന്ന പ്രതീതിയും തമ്മിലുള്ള അന്തരമാണ് അടിവരയിടപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഒരുപക്ഷെ മലപ്പുറത്തിന്റെ സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. ഇന്ത്യയിൽ മതനിരപേക്ഷമെന്ന് അവകാശപ്പെടുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പതറി നിന്നപ്പോൾ BJP-ക്കെതിരെ അതിശക്തമായി പോരാടിയ ഒരു ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് ഇന്നും തുടരുകയാണ് അനസ്യൂതമായി. എത്രയോ BJP നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് കേരളത്തിൽ കാലുറപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇടതുപക്ഷത്തിന്റെ അചഞ്ചലമായ മതനിരപേക്ഷ നിലപാടാണ്. മറിച്ച് കോൺഗ്രസ് ഒക്കെ ഭരിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് തേരോട്ടം നടത്താൻ ഞങ്ങൾക്ക് സാവകാശമുണ്ട്. അവരെയൊക്കെ വേണമെങ്കിൽ മൊത്തക്കച്ചവടം നടത്താൻ പറ്റുമായിരുന്നു. 2024 തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം നമ്മൾ അപഗ്രഥിക്കുകയാണെങ്കിൽ ഒരു കാല് RSS-ലും ഒരു കാല് കോൺഗ്രസിലും ഇട്ടു നിന്നിരുന്ന എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാരിൽ പലരാണ് മതനിരപേക്ഷ നിലപാട് അചഞ്ചലമായി നെഞ്ചിലേറ്റിയ ഇടതുപക്ഷത്തിന് നേരെ ഇന്ന് വിരൽ ചൂണ്ടുന്നത് എന്ന് പറയുമ്പോൾ അതിലെ മൗഢ്യത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു.